ഇതാണ് അല്ലെ ശബരിമല അയ്യപ്പന്റെ വാള് അല്ലെ? വാളും അരക്കച്ചയും. അപ്പൊ വാളും അരക്കച്ചയും എടുക്കാൻ വേണ്ടി പോണ കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല, അതുകൊണ്ടാണ് ഇവിടെ മുട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തട്ടിയും മുട്ടിയിട്ടൊക്കെ വേണം കയറാൻ കേട്ടാ. സ്വാമി കയറുമ്പോൾ ഇങ്ങനെ മുട്ടണം, ഒരാൾ വരുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. നമുക്കിവിടെ വന്ന് നിൽക്കാൻ തന്നെ പറ്റിയതിൽ വളരെയധികം സന്തോഷവും ഒരു ഭാഗ്യവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എന്തായാലും ശബരിമല ശാസ്താവിൻ്റെ ആ പൊന്നുവാള്, അയ്യപ്പൻ കളരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വാളാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഷെയർ ചെയ്യണം. അയ്യപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതുണ്ടോ, ഇതാണ് ആ വാള്. നൂറ്റാണ്ടുകൾക്ക് വർഷം പഴക്കമുള്ള അല്ലേ വാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും കണ്ടോളൂ. ഈ ലോകം മൊത്തം അല്ലേ നമ്മുടെ അയ്യപ്പന്റെ വാള്. സാധാരണ 3 സൈഡ് മുറിച്ചുണ്ട്. 3 സൈഡും മുറിച്ചുണ്ട് ഈ വാളിന്. ഇത് എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന വാളാണ്. ശരിക്കും 800 വർഷം പഴക്കമുണ്ടാവില്ലേ? 800 വർഷം പഴക്കമുള്ള അയ്യപ്പന്റെ വാളാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇത് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ചയാണ്. ചില അയ്യപ്പൻ ഈ യുദ്ധത്തിനൊക്കെ ഇറങ്ങാൻ നേരത്ത് അരയിൽ വലിച്ചു കിട്ടുന്നതാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. 12 മീറ്റർ അല്ലേ? 12 മീറ്റർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 108 കൂട്ടം പച്ചമരുന്നിന്റെ ചാറിനകത്തിട്ട് ചെയ്യുന്നതാണ്. 108 കൂട്ടം പച്ചമരുന്ന് ചാറില് ഇട്ട് ചെയ്യുന്ന സംഭവം. ഇത് വലിച്ച് അരയെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അവിടേക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ തുണിയിൽ കൂടെയാണ് മുറിവ് പറ്റുന്നുണ്ടെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക് ഉണങ്ങുകയും രക്തം കട്ടുപിടിക്കുകയും ചെയ്യും. പഴയ ആ ശാസ്ത്രം പോലത്തെ സംഭവം. അതെ. എന്തായാലും ഇതെല്ലാം കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമായെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചോ. അത് കെടാവിളക്കാണ് ഇരിക്കുന്നത്. ഇത് മകരവിളക്ക് സമയത്ത് മാത്രമേ അല്ലെ ഇത് കിടത്തുള്ളൂ എന്നാണ് സ്വാമി പറയണത്.